പത്തനംതിട്ട കോന്നി പയ്യനാമണ്ണിൽ ക്വാറി അപകടമുണ്ടായിരിക്കുകയാണ്. ഹിറ്റാച്ചിക്ക് മുകളിൽ പാറ വീണ് 2 പേർ കുടുങ്ങിക്കിടക്കുകയാണ്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട്. അവിടെ നിന്ന് ശ്രീരാജ് ബാബു ചേർന്നു. ശ്രീരാജ്, ഈ സംഭവം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? എന്താണ് നിലവിലത്തെ സ്ഥിതി? രക്ഷാപ്രവർത്തനം എത്തരത്തിലാണ്? സംഗീത, ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു അപകടമുണ്ടായത്. തൊഴിലാളികൾ ഉച്ചഭക്ഷണത്തിന് പിരിഞ്ഞ ശേഷം തിരികെ ജോലിയിൽ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഏകദേശം 2:30 മണിയോടുകൂടിയായിരുന്നു അപകടം ഉണ്ടായത്. 2 തൊഴിലാളികൾ, അവർ അന്യസംസ്ഥാന തൊഴിലാളികളാണ്. അവർ ഇതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് നിലവിൽ. ശ്രീരാജ്, ഒരു നിമിഷം തിരികെ വരാം. ദൃശ്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അവിടെ നിരവധി ആളുകൾ തടിച്ചു കൂടിയിട്ടുണ്ട്. അഗ്നിശമന സേനയുടെ അടക്കമുള്ള ആളുകൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഉച്ചയോടുകൂടിയാണ് ഇത്തരമൊരു അപകടം ഉണ്ടാകുന്നത്. പാറ ഹിറ്റാച്ചിക്ക് മുകളിലേക്ക് വീണാണ് 2 പേർ ഇപ്പോൾ അപകടമുണ്ടായിരിക്കുന്നത്. അതിൽ 2 പേർ കുടുങ്ങിക്കിടക്കുന്നതായുള്ള വിവരമാണ് വരുന്നത്. ഈ രക്ഷാപ്രവർത്തനം ഏത് വിധേനയാണ് നടക്കുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ക്വാറി എന്ന് പറയുമ്പോൾ വലിയ രീതിയിൽ അപകടം നിറഞ്ഞ സ്ഥലമാണ്. അവിടെയാണ് ഇത്തരത്തിൽ ഹിറ്റാച്ചിക്ക് മുകളിലേക്ക് പാറ വീണിട്ട് 2 പേർ കുടുങ്ങിക്കിടക്കുന്നത്. ശ്രീരാജ് അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രീരാജ്, തുടരാം. എന്താണ് അവിടെ ഇപ്പോൾ നടക്കുന്ന രക്ഷാപ്രവർത്തനം? ഏതു രീതിയിലാണ്? സംഗീത, നിലവിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പാറ മാറ്റി ഹിറ്റാച്ചിക്കുള്ളിൽ പെട്ടുപോയ തൊഴിലാളികളെ പുറത്തെടുക്കാനുള്ള ശ്രമത്തിലാണ്. 2 പേരാണ് ഈ ഹിറ്റാച്ചിക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇവർ 2 പേരും അന്യസംസ്ഥാന തൊഴിലാളികളാണ്. ഇവരെ പുറത്തെടുക്കാനുള്ള രക്ഷാപ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വലിയ കയറുൾപ്പെടെ കെട്ടി ഉള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. 2 ജീവനുകൾ ആ ഹിറ്റാച്ചിക്കുള്ളിലുണ്ട്. കാര്യമായ ആ ഹിറ്റാച്ചിക്ക് മുകളിലൂടെ പാറ പൊട്ടി വീണ ഒരു സാഹചര്യം ഉണ്ട്. ഇന്ന് ഉച്ചയോടുകൂടിയായിരുന്നു ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. കാര്യമായി പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യവുമല്ല. കാരണം പാറ ഇനിയും പൊട്ടി വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ രക്ഷാപ്രവർത്തനത്തിന് കാര്യമായ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. എന്നാലും ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ പാറ അടക്കം മാറ്റിക്കൊണ്ട് ഹിറ്റാച്ചിക്കുള്ളിൽ നിന്നും ഈ 2 തൊഴിലാളികളെയും പുറത്തെടുക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യമായ അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് ഇപ്പോഴും ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ പാറ വീണ്ടും പൊട്ടി വീഴാനുള്ള സാഹചര്യം നിലവിലുണ്ട്. ഇതിൽ ജാർഖണ്ഡ് സ്വദേശിയും അതുപോലെ തന്നെ ഒരു ഒഡീഷ സ്വദേശിയും 2 പേരാണ് നിലവിൽ ഹിറ്റാച്ചിക്കുള്ളിൽ പെട്ടുപോയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് ഉച്ചയോടുകൂടിയായിരുന്നു ഇത്തരത്തിൽ അപകടമുണ്ടായത്. ഇവർ ഉച്ചഭക്ഷണത്തിന് പിരിഞ്ഞ ശേഷം തിരികെ ജോലിയിൽ കയറുകയും ഹിറ്റാച്ചി പ്രവർത്തിപ്പിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ പാറ പൊട്ടി ഹിറ്റാച്ചിക്ക് മുകളിലൂടെ വീണത്. എന്തായാലും ഉടൻ തന്നെ മറ്റ് തൊഴിലാളികൾ ഫയർഫോഴ്സിനെയും പോലീസിനെയും എല്ലാം തന്നെ വിവരം അറിയിക്കുകയും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വളരെ വേഗം തന്നെ ഇവിടേക്ക് എത്തുകയും ചെയ്തു. എന്നാൽ നിലവിൽ രക്ഷാപ്രവർത്തനം കാര്യമായ തടസ്സം നേരിടുന്നുണ്ട്. കാരണം ഈ പാറ മുഴുവനായും പൊട്ടി ഹിറ്റാച്ചിക്ക് മുകളിലൂടെ കിടക്കുന്ന സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഹിറ്റാച്ചിക്ക് മുകളിലൂടെ പാറ പൊട്ടി കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ പാറ വീണ്ടും പൊട്ടാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വേഗം ആ പാറ മാറ്റുന്നതിനേക്കും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനം കൊണ്ടുപോകുന്നതിലും കാര്യമായ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കടക്കം. അതുകൊണ്ട് തന്നെ ഈ 2 പേർ 2 അന്യസംസ്ഥാന അതിഥി തൊഴിലാളികളാണ്. 2 പേരും ഒഡീഷ സ്വദേശി അതുപോലെ തന്നെ ജാർഖണ്ഡ് സ്വദേശികളായിട്ടുള്ള 2 പേരെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരെ പുറത്തെത്തിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഹിറ്റാച്ചി പൂർണ്ണമായും പാറയുടെ അടിയിൽ അകപ്പെട്ട സാഹചര്യമാണ് നിലവിലുള്ളത്. അതിന് തൊട്ട് മുകൾ ഭാഗത്ത് നിന്നുമാണ് ഈ പാറ പൊട്ടി ഈ ഭാഗത്തേക്ക് വീണിട്ടുള്ളത്. അവർ തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ പാറ പൊട്ടി ഹിറ്റാച്ചിക്ക് മുകളിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നിലവിൽ എന്തായാലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തിയിട്ടുണ്ട്. കാര്യമായ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നടത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ കൂടുതൽ പാറ പൊട്ടാൻ ഇനിയും സാധ്യതയുള്ളതിനാൽ അവിടെ അപകട സാധ്യത നിലനിൽക്കുന്നതിനാൽ ഇതെല്ലാം തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിന് കടുത്ത വെല്ലുവിളി ആകുന്നുണ്ട് എന്നത് നിലവിലൊരു പ്രതിസന്ധിയായി നിൽക്കുകയാണ്. എന്തായാലും 2 ഇതര സംസ്ഥാന തൊഴിലാളികൾ ഈ ഹിറ്റാച്ചിക്കുള്ളിൽ പെട്ടുപോയിട്ടുണ്ട്.